ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഓട്ടോകാഡ് ഫയലിൽ നിന്ന് ആ CAD ഫയലിലുള്ള എല്ലാ ലെയറോടും കൂടി PDF-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഞാനിവിടെ കാണിക്കാം. ഞാനിവിടെ രണ്ട് PDF ഫയലുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഫയലാണ്, ഇത് രണ്ടാമത്തെ ഫയൽ. ഈ രണ്ടാമത്തെ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലെയേഴ്സ് എന്നൊരു ഓപ്ഷൻ. ഈ ഒന്നാമത്തെ ഫയലിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണില്ല. രണ്ടും സെയിം ഫയലാണ്, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. രണ്ടും ഒരേ ഫയലാണ്. പക്ഷേ ഈ രണ്ടാമത്തെ PDF-ൽ ലെയേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഓട്ടോകാഡിലുള്ള എല്ലാ ലെയറുകളും PDF-ൽ കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വാള്, അതേപോലെ ഡോർസ് എന്നിവയെല്ലാം ഈ PDF ഫയലിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു ഓട്ടോകാഡ് ഫയലിലുള്ള എല്ലാ ലെയറുകളോടും കൂടി PDF-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഞാൻ ഈ സെയിം ഫയലിൻ്റെ PDF ഫയലിൻ്റെ CAD ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആ CAD ഫയൽ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് എല്ലാ ലെയറോടും കൂടി PDF-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനിത് PDF-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി Ctrl+P, അതായത് പ്രിൻ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ DWG to PDF-ന് വേണ്ടി DWG to PDF സെലക്ട് ചെയ്യുന്നു. പേപ്പർ സൈസ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും PDF ഓപ്ഷൻസ് എന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഡാറ്റ എന്നതിന് തൊട്ട് താഴെയായിട്ട് കാണാൻ പറ്റും ഇൻക്ലൂഡ് ലെയർ ഇൻഫർമേഷൻ. ഇത് ടിക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് CAD-ലുള്ള എല്ലാ ലെയറുകളും PDF-ലേക്ക് വരുന്നതായിരിക്കും. ഞാൻ ആദ്യമായി ഇത് ടിക്ക് ഇല്ലാതെ ഒന്ന് സേവ് ചെയ്യുന്നു. ഇതുപോലെ കൺഫർമേഷൻ ചോദിക്കും. ഓക്കെ കൊടുക്കുക. പ്രിവ്യൂ കൊടുത്ത് ഞാനിവിടെ സേവ് ചെയ്യുന്നു PDF-ലേക്ക്. ഞാൻ ഇതിന് പ്ലാൻ ലേഔട്ട് 01 എന്ന് കൊടുക്കുന്നു. സേവ് കൊടുക്കുന്നു. അതിവിടെ ഓപ്പൺ ആയി കഴിഞ്ഞു. ഞാൻ പഴയ രണ്ട് ഫയലുകളും ക്ലോസ് ചെയ്യുന്നു. ഇനി ഒരു പ്രാവശ്യം കൂടെ ഇതുപോലെ സേവ് ചെയ്യുന്നു. ഈ PDF ഓപ്ഷൻസ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ അത് ടിക്കുണ്ട്. ഇതിന് മുൻപേ നമ്മൾ ടിക്കില്ലാതെയാണ് സേവ് ചെയ്തത്. ഇപ്പോൾ ടിക്കോട് കൂടി ഓക്കെ പ്രിവ്യൂ കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. ഇതിന് 02 എന്നും പേര് കൊടുക്കുന്നു. ഇപ്പോൾ അതും ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞു. ഇപ്പോൾ 01 ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലെയേഴ്സ് ഇല്ല. ലേഔട്ട് 2-ൽ ഇവിടെ ലെയേഴ്സ് ഉണ്ട്. ഞാനത് ക്ലിക്ക് ചെയ്ത് സൂം ചെയ്യുന്നു. അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഞാനിവിടെ വാൾ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വാൾ ഓഫ് ആയി കഴിഞ്ഞു. അത് ഓൺ ചെയ്യുന്നു. ഇനി ടെക്സ്റ്റ് ഓഫ് ചെയ്യുന്നു. അതും ഓഫായി. ഈ സിസ്റ്റം ടേബിൾ, അതായത് ആ ടേബിൾ ഓഫ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ചെയർ ഓഫ് ആക്കുമ്പോൾ ചെയറും ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ CAD ഫയൽ അതിലുള്ള എല്ലാ ലെയറോടും കൂടി PDF-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.